ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ്. നമ്മൾ ഈ ചിത്രം എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഈ ചിത്രം തെറ്റാണ്. അതുപോലെ തന്നെ മനുഷ്യൻ കുരങ്ങനിൽ നിന്നുണ്ടായി എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും, പക്ഷേ മനുഷ്യനുണ്ടായത് കുരങ്ങനിൽ നിന്നല്ല. നമ്മളെങ്ങനെയാണ് ഇതൊക്കെ കണ്ടെത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫോസിൽ കിട്ടി. എത്യോപ്യയിൽ നിന്നൊരു ഫോസിൽ കിട്ടി. ആ ഫോസിലിൻ്റെ പേര് ലൂസി എന്നാണ്. അതായത് മനുഷ്യന് കിട്ടിയ ഏറ്റവും പഴക്കമുള്ള ഫോസിൽ. അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യന് കുറേ സത്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലായി. ശരിക്കും മനുഷ്യനുണ്ടായത് ഒരു കുരങ്ങ് പരിണമിച്ച് മനുഷ്യനായി തീരുകയൊന്നും ആയിരുന്നില്ല. നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ ഈ ഒരു പടമാണ് പഠിപ്പിക്കുന്നത്. ശരിക്കും അത് സത്യമല്ല. കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ മനുഷ്യനും കുരങ്ങിനും ഒരു പൊതുപൂർവികനുണ്ടായിരുന്നു എന്നാണ് പറയേണ്ടത്. അതായത് ഒരു 6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിൽ ഒരു മാതാവിന് 2 പെൺകുട്ടികളുണ്ടായി. ഒരു പെൺകുട്ടി ചിമ്പാൻസികളുടെയും കുരങ്ങിൻ്റെയൊക്കെ അമ്മയായി മാറിയപ്പോൾ മറ്റേ പെൺകുട്ടി നമ്മുടെ മനുഷ്യരുടെ അമ്മയായി മാറി. അങ്ങനെ വേണം കരുതാൻ. അതായത് ഒരു വൃക്ഷത്തിൻ്റെ 2 ശിഖരങ്ങൾ പോലെയാണ് മനുഷ്യനും കുരങ്ങുകളും ഉണ്ടായത്. ഒരിക്കലും ഒരു കുരങ്ങ് പരിണമിച്ച് മനുഷ്യനായി മാറുകയായിരുന്നില്ല. മനുഷ്യനും കുരങ്ങിനും ഒരു പൊതുപൂർവികനുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. മനുഷ്യനും കുരങ്ങും ചിമ്പാൻസിയും ഗോറില്ലയും എല്ലാം ഗ്രേറ്റ് ഏപ്സ് എന്ന കുടുംബത്തിലെ അംഗങ്ങളാണ്. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്ന് പറയാൻ ഉള്ളത് ഗോറില്ലയും അതുപോലെ തന്നെ ചിമ്പാൻസിയും ഒക്കെയാണ്. ഇന്ന് കാണുന്ന മോഡേൺ മനുഷ്യനുണ്ടായിട്ട് 3 ലക്ഷം വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് മനുഷ്യനുണ്ടായിരുന്നു. അതായത് ചരിത്രമുണ്ടാവുന്നതിന് മുമ്പേ മനുഷ്യനുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ മനുഷ്യൻ പ്രത്യേകതകളുള്ള ജീവിയൊന്നും ആയിരുന്നില്ല. സാധാരണ ഒരു മിന്നാമിനുങ്ങിനെ പോലെ, അല്ലെങ്കിൽ കാട്ടിൽ വസിക്കുന്ന ഒരു കുരങ്ങിനെ പോലെ, അല്ലെങ്കിൽ ഒരു ഗോറില്ലയെ പോലെ, മറ്റ് മൃഗങ്ങളെ പോലെ ഒരു സാധാരണ ജീവിയായിരുന്നു. അത് ഇന്നീ കാണുന്ന പുരോഗതിയിലെത്തുമെന്ന് മനുഷ്യൻ പോലും കരുതിയില്ല. വ്യത്യാസങ്ങളൊന്നുമില്ലാതെ കാട്ടിലെ മറ്റ് മൃഗങ്ങളെപ്പോലെ തന്നെ ജീവിച്ച ഒരു കൂട്ടമായിരുന്നു മനുഷ്യരും. ആ മനുഷ്യൻ പരിണമിച്ച് ഇന്നീ കാണുന്ന നിലയിലെത്തിയതിന് പുറകിൽ ഒരുപാട് കഥകളുണ്ട്. നമുക്ക് ഒരു കാര്യം കൂടി ചിന്തിച്ച് നോക്കാം. അതായത് കുരങ്ങിൻ്റെ വർഗത്തിൽ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള കുരങ്ങുകളെ നമുക്ക് കാണാൻ പറ്റും. സിംഹവാലൻ കുരങ്ങ്, ഗോറില്ല, ചിമ്പാൻസി, അതുപോലെ തന്നെ മറ്റ് ഒരുപാട് തരം മരത്തിലൂടെ ചാടി നടക്കുന്ന പല പല കുരങ്ങുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പൂച്ചയുടെ വർഗ്ഗം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ചെറിയ പൂച്ച മുതൽ കാട്ടിലുള്ള വലിയ സിംഹം വരെ ഒത്തിരി വ്യത്യസ്തമായ വർഗ്ഗങ്ങൾ ആ കുടുംബത്തിലുമുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ കുടുംബത്തിൽ മനുഷ്യൻ മാത്രമല്ലേ ഉള്ളൂ. ഒരു പൂച്ചക്കുട്ടിയും അതുപോലെ ഒരു സിംഹവും തമ്മിലുള്ള വ്യത്യാസം ഒരു മനുഷ്യനും മറ്റു രാജ്യത്ത് ജീവിക്കുന്ന വേറൊരു മനുഷ്യനും തമ്മിലില്ല. അതെന്തായിരിക്കും? നമ്മൾക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ബ്രാഞ്ചസും സഹോദരന്മാരൊന്നും ഇല്ലാതായിപ്പോയത്? നമുക്ക് ആകെയുള്ള വ്യത്യാസം നിറങ്ങളുടെ വ്യത്യാസം ഉണ്ടാവും, മുഖഛായയിൽ വ്യത്യാസം ഉണ്ടാവും, പൊക്കം വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഇത്രയ്ക്ക് വലിയൊരു വ്യത്യാസം ഒരു വർഗത്തിൽ തന്നെ വലിയൊരു വ്യത്യാസം കാണുന്നില്ല മനുഷ്യവർഗത്തിൽ. നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? അവരൊക്കെ എവിടെ പോയി? അതിനെല്ലാം പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്കതിനെക്കുറിച്ച് അടുത്ത അധ്യായത്തിൽ സംസാരിക്കാം.